ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെയുണ്ട് പുതിയ ഹെയർ സ്റ്റൈൽ? പുതിയതൊന്നുമല്ല, അത് ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതാണ്. മുടി നേരെയാക്കിയിട്ട് ഇരിക്കുന്നില്ല. കൊള്ളാൻ തോന്നുന്നു, ബട്ട് വാട്ടവർ. സോ ഞാൻ പുതിയ ട്രിപ്പ് പോവുകയാണ്. തിരൂരോട്ടാണ് പോകുന്നത്. തിരൂർ മീൻസ് മലപ്പുറം. അവിടെ ട്രിപ്പാണോ എന്ന് ചോദിച്ചാൽ ട്രിപ്പല്ല, അല്ലേന്ന് ചോദിച്ചാൽ ആണ്. അതായത് ബേസിക്കലി പപ്പ അവിടെ തിരൂരാണ്, പൊന്നാനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ എനിക്കിവിടെ ഇരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ 2 ദിവസം അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസമല്ല, 1 ദിവസം. അതായത് ആക്ച്വലി പ്ലാൻ നാളെ രാവിലെ 9:10 ട്രെയിനിന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് വൈകുന്നേരം 4 മണി എന്തോ ആകുമ്പോൾ 4 മണി 3:45 4 മണിക്കകത്ത് തിരൂരെത്തും. തിരൂരിൽ നിന്ന് പപ്പ പിക്ക് ചെയ്യാൻ വരും. അവിടെ നിന്ന് നമ്മൾ പപ്പയുടെ റൂമിലോട്ട് പോകും. അവിടെ നിന്നിട്ട് അടുത്ത ദിവസം രാവിലെ അവിടെ എന്തൊക്കെയോ കാണാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അതെല്ലാം കണ്ടിട്ട് അവിടെ പപ്പയുടെ ഓഫീസിൻ്റെ അടുത്തുനിന്ന് ഗുരുവായൂരിലോട്ട് ബസ്സുണ്ട്. ആ ബസ്സിൽ കയറിയിട്ട് ഗുരുവായൂർ ചെന്നൈയിൽ കയറി നെയ്യാറ്റിങ്ങനെ വരണം. ഇത്രയാണ് പ്ലാൻ. സോ ഇത്രയും ദിവസത്തേക്ക് വേണ്ടിയിട്ട് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. എന്തോ ഫുള്ളെല്ലാം മേറ്റിടക്കണം, വേണ്ട, അല്ലാതെ കാണിച്ചു തരാം. സോ ഞാൻ ഇവിടെ ട്രെയിനിൻ്റെ ചാർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 6:10 അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷൻ എത്തട്ടെ. പുനലൂർ മധുരയ്ക്കാണെങ്കിൽ 1.25 മണിക്കൂർ ലേറ്റായിട്ട് എറണാകുളം സ്റ്റേഷനിലേക്ക് വരും. അപ്പോൾ അത് നോക്കി നിന്നിട്ട് കാര്യമില്ല. സോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. Kochuveli station, platform number 6 at 9 hours 10 minutes. ഓക്കെ, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും കഴിക്കണം. പ്ലാറ്റ്ഫോമിലോട്ട് പോട്ടെ. സോ എൻ്റെ കോച്ച് ഫുള്ള് മൊത്തം സൈലൻസ് ആണ്, അതുകൊണ്ട് അവിടെ നിന്നൊന്നും മിണ്ടാൻ പറ്റത്തില്ല. ഞാൻ പറയാം. എൻ്റെ ഇപ്പോൾ തിരുവനന്തപുരം നോർത്ത് മുംബൈ LTT ഗരീബ് എക്സ്പ്രസ്സിലാണ് പോകുന്നത്. G8 40 എൻ്റെ സീറ്റ്. ഇത് അപ്പുറത്ത് നോക്കൂ, ഈ കിടക്കുന്നതാണ് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. സോ ഇന്ന് ഇതിന് സർവീസ് ഇല്ല, അതുകൊണ്ട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കൊച്ചുവേളിയിൽ കൊണ്ടിട്ടേക്കാണ്. ഇപ്പോൾ സമയം 8:45. 9 മണിയൊക്കെ ആകുമ്പോൾ ട്രെയിൻ എടുക്കും. ഇവിടെ 44, 45, 46 എല്ലാം തൃശ്ശൂരാകുമ്പോഴേ കയറത്തുള്ളൂ. അപ്പോൾ അതുവരെ ഈ സീറ്റ് നിന്ന് വേക്കൻ്റാണ്. ആൻഡ് ഇവിടെ ഒരു മിററുണ്ട്, നല്ല വൃത്തിയില്ലാത്ത മിററാണ്. ആൻഡ് സൈഡ് ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ്. മിഡിൽ ലോവർ മിഡിൽ അപ്പറിനും ഉണ്ട്. സോ എൻ്റെ ഇവിടെയാണ്, എൻ്റെ സൈഡ് അപ്പറാണ്. അവിടെ തലയണിയിൽ അടിക്കുക ചെയ്യണം, അല്ലെങ്കിൽ അവിടെ കയറി ഇരിക്കായിരുന്നു. എൻ്റെ ഓപ്പോസിറ്റ് 39 ആൾ ചെങ്ങന്നൂരിൽ നിന്ന് കയറും. വരല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഈ സീറ്റ് ഫുൾ എനിക്ക് കിട്ടും. മിക്ക ആൾക്കാർ എറണാകുളത്തുനിന്ന് മുംബൈ വരെയൊക്കെയാണ് പോകുന്നത്. ആൻഡ് അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ട്രെയിനിൽ നമ്മൾ മാവേലിക്കര എത്തി. ഇവിടെ സ്റ്റോപ്പില്ല, സ്കിപ്പാണ്.
സാഗർ. നമുക്കറിയാലോ ഒരു പ്രത്യേക ഉദ്ദേശാസം ഇല്ലാത്ത ഒരു പാർട്ടിക്ക് ഒന്നും നടക്കൂല. ഈ വഴിയാണ് ഗുരുവായൂരിലോട്ട് പോകേണ്ടത്. അതെ, അവിടെ ഗുരുവായൂരിലോട്ട് പോകണല്ലേ. തിരിച്ചു വരുന്നത് അതുവഴിയാണ്, ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ്. നമ്മൾ ഷൊർണൂർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഭാരതപ്പുഴ അവിടെ നിന്നാണ് വന്നത്. ഈ ട്രെയിനിൽ ചേർത്ത് AC ചേർക്കാറുണ്ട്. സോ ഈ ഷൊർണൂർ കഴിഞ്ഞ് ഇനി അടുത്ത് തിരൂരാണ്. അവിടെയാണ് എനിക്ക് ഇറങ്ങാനുള്ളത്. സോ ഗൈസ് ഞാൻ തിരൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പൊന്നാനിയിലോട്ടാണ് പോകേണ്ടത്. അവിടെ ഒരു ഓഫീസിൻ്റെ അടുത്ത് എന്തോ ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ തലയുടെ മുകളിലായിരുന്നു AC. ഇവൻ്റെ മുടി ഫുള്ള് ഡ്രൈ ആയിട്ട് AC ഇതടിച്ചിട്ട്. സോ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മുഖം കഴുകി. ഇനി ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചിട്ട് ബീച്ചിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു. സോ നമുക്കിനി റൂമിൽ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. സോ ഗൈസ് ഞാൻ വന്നിട്ടൊരു പുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഇനി ഇവിടെ വല്ലതും കഴിക്കണം, വിശക്കണം. സോ എന്തെങ്കിലും കഴിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുത്തില്ല, മറന്നുപോയി.
ഇത് തന്നെ ഇവിടെ കുറെ ലൈറ്റ് കിട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എഴുതിയില്ല. കൊള്ളാം. അവിടെ ജയന്റ് വീലൊക്കെ കാണാം. ഇവിടെ ഡ്യൂ ടു എക്സ്ട്രീം ഡാർക്ക്നെസ് ഭാരതപ്പുഴ കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ ഭാരതപ്പുഴയും കടലുമായിട്ടുള്ള ജോയിൻ്റ് ആണ്. അവിടെ രാവിലെ തന്നെ കൃത്യമായിട്ട് കാണാമായിരുന്നു. രണ്ട് ലൈറ്റ് ഇല്ലേ, ഓക്കെ ഗൈസ്, ഇതാണ് കർമ്മ എന്നാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മ എന്ന പേരിട്ടതെന്ന് എനിക്കറിയത്തില്ല. ബട്ട് കർമ്മ. ഈ റോഡിൻ്റെ പേരാണ് കർമ്മ. അവിടെ ഒരു കാർണിവൽ പോലെ എപ്പോഴും ഉണ്ടാവും എന്നാണ് അറിയാൻ പറ്റിയത്. സോ നമ്മളിപ്പോൾ ഇതിൻ്റെ എൻഡിലോട്ട് പോകുകയാണ്. എൻഡിലോട്ട് പോയിട്ട് തിരിച്ചിവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാം എന്ന് തോന്നുന്നു. സോ ഗൈസ്, നമ്മൾ കുറേ നേരം കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് പിന്നെയും മറ്റേ ജയിൻ്റ് വീലൊക്കെ കണ്ട് അങ്ങോട്ട് പോകുകയാണ്. ബേസിക്കലി ഇവിടെ ഒരു നൈറ്റ് ഹാപ്പനിങ് സ്പോട്ട് തിരൂർ, മലപ്പുറം, പിന്നെ ഈ ചമ്രവട്ടം, ഇത്രയും സ്ഥലം മാത്രമേ എനിക്കറിയുള്ളൂ. ഇതൊക്കെ ഇതിൽ നിയർ ബൈ സ്ഥലങ്ങളാണെന്നാണ് എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഓക്കെ, നമ്മൾ ജയിൻ്റ് വീലിൻ്റെ അടുത്തെത്താറ്. ചോദിച്ചാൽ എത്താറായില്ല. ആ ലൈറ്റിൻ്റെ അതുവഴിയൊക്കെ കുറേ അങ്ങ് പോകണം. ചമ്രവട്ടം പാലം നമ്മൾ നേരത്തെ കണ്ട പാലം കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ ഈ കാണുന്ന ഫുള്ള് ഭാരതപ്പുഴയുടെ ഏരിയ ആണ്. കാണുന്ന പോലെ അല്ല, നല്ല വലുതാണ്. ഫേസ്ബുക്കിൽ കൂടെ വെറിഫിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് ഐ ഡി ഞാൻ അവിടെ എവിടെയെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.